This is Thaikudum. Okay. So you promise to be wild? Let's go. കണ്ണേ എല്ലാരും ചൊല്ലുന്നേ പൊല്ലാപ്പാടുന്നേ അയിലമത്തി ചൂരകാരി കണവകളിന് ഭൂരികരിമിൻ മറ്റവാള പ്രാല ചെറുക്ക് കൈക്കൂറാനെ തോന്നി അയിലമത്തി ചൂരകാരി കണവകളിന് ഭൂരികരിമിൻ മറ്റവാള പ്രാല ചെറുക്ക് കൈക്കൂറാനെ തോന്നി. 2013 അതായത് ഏകദേശം 2-2.5 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ കൊച്ചിയിൽ തായ്ക്കുടം ബ്രിഡ്ജിനടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റ്സിൽ ഒരു ജാമിങ് സെഷൻ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് സെഷൻ എന്ന് പറയാം. അവിടെ നിന്ന് അങ്ങ് തുടങ്ങി എന്തു പറയണ 2-2.5 വർഷം കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ തിലകം ചാർത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു ചെറിയ വലിയ ഒരു ബാൻഡിൻ്റെ ഒപ്പമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മറ്റാരുമല്ല, തായ്ക്കുടം ബ്രിഡ്ജ്. തായ്ക്കുടം ബ്രിഡ്ജ് അമേരിക്കയിലേക്ക് ഒരു ടൂറായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ന്യൂയോർക്കിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. ന്യൂയോർക്കിലെ കൊട്ടിലിയൻ റെസ്റ്റോറൻറ്റിൽ ഇവർ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി എയർപോർട്ടിൽ നിന്ന് നേരെ വന്നിറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഫ്രീഡിയ എൻ്റർടൈൻമെൻറ്റ്, ഡോക്ടർ ഫ്രീമു, അതുപോലെ തന്നെ മിസ്റ്റർ ഡയസ് ദാമോദരൻ, അതുപോലെ തന്നെ ജോണി മക്കൂഡ്, അങ്ങനെ 3 പേർ അടങ്ങിയ ഒരു സ്പോൺസേഴ്സാണ് ഇവരെ എൻ്റെ US-ലെ നോർത്ത് അമേരിക്കയിലെ ഈ ട്രിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ന്യൂയോർക്കിലെ ഷോ നടത്തുന്നത് ഹെഡ്ജ് ബ്രോക്കറേജ് അല്ലെങ്കിൽ ഹെഡ്ജ് ഇവൻസിന് വേണ്ടി സജ്ജിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. വളരെയധികം ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഈ തായ്ക്കുടം ബ്രിഡ്ജിൻ്റെ ഒരു ന്യൂയോർക്ക് ട്രിപ്പ്. മറ്റൊന്നുമല്ല, മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസത്തിലൊക്കെ ഇവിടെ ഒരു ഷോസ് നടത്താൻ ഇരുന്നിരുന്ന അവരെ പ്രത്യേകിച്ച് ചില സംഭവങ്ങൾ അല്ലെങ്കിൽ വിസ ഇഷ്യൂ അതിൻ്റെ കാരണങ്ങൾ കൊണ്ട് മുടങ്ങുകയായിരുന്നു. എന്നാൽ ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങനെ ഒരു ഊഹാപോഹം ചെന്നുപെട്ടു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇത് നടന്നില്ല എന്നുള്ളത് നമുക്ക് അവരിൽ നിന്ന് തന്നെ ചോദിച്ച് ഇതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ മനസ്സിൽ ആദ്യം തോന്നിയത് ഗോവിന്ദയുടെ മനസ്സിൽ നിന്നാണെന്ന് തോന്നുന്നു. ഗോവിന്ദയോട് തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം, ഒന്ന് വിശദീകരിക്കാം. അതായത് നമ്മൾ മെയിൽ വരേണ്ടതായിരുന്നു. അപ്പം നമ്മുടെ ഒരു കുറച്ചധികം പേർക്ക് വിസ റിജക്ഷൻ കാരണമാണ് നമ്മൾ അത് കോൾ ഓഫ് ചെയ്തത്. കാരണം ബാൻഡിൻ്റെ മെയിൻ മെമ്പേഴ്സിലെ ഒരു 5-6 പേർക്ക് 6 കൂടുതൽ പേർക്ക് റിജക്ഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പോവാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സെപ്റ്റംബറിൽ വന്നാലും നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് പോസ്റ്റ്പോൺ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആണ് ആൾക്കാർക്ക് അങ്ങനെ ഒരു സംശയം വന്നു, നമ്മൾ വെറുതെ പറഞ്ഞതാണോ എന്നുള്ള സന്തോഷം. അപ്പോൾ ഈ സെപ്റ്റംബറിൽ നടക്കും എന്നുള്ളത് നമുക്കും വലിയ ഉറപ്പില്ലായിരുന്നു. ഈ പറഞ്ഞ മാതിരി നേരത്തെ പോലെ വിസ ക്യാൻസലാകുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അനൗൺസ് ചെയ്തത്. പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്, ഇത് യുവാക്കൾക്ക് മാത്രമായിട്ടുള്ളൊരു ബാൻഡാണെന്ന് അങ്ങനെ മുദ്ര കുത്തിയിരുന്നു. എന്നാൽ നമുക്കറിയാം, പഴയ സംഗീതജ്ഞൻ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ തൃശ്ശൂരിലുള്ള മൺമറഞ്ഞു പോയ ജോൺസൺ മാസ്റ്ററുടെ ഒപ്പം തന്നെ വർക്ക് ചെയ്തിട്ടുള്ള, പഴയ തലമുറയിൽ വർക്ക് ചെയ്തിട്ടുള്ള പീതാംബരൻ മാഷ് തുടങ്ങി, അതുപോലെ തന്നെ സോണി എൻ്റർടൈൻമെൻറ്റിലെ എക്സ് ഫാക്ടറിൽ ജനങ്ങളുടെ ഹൃദയം കവർന്ന ഒരു സിദ്ധാർത്ഥ്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 100-ൽ പരം മൂവികളിലൊക്കെ വായിച്ചിട്ടുള്ള ലീഡ് ഗിറ്റാറിസ്റ്റ് മിഥുൻ. അങ്ങനെ ചെറിയൊരു സംഭവമല്ല അത്. വളരെ എക്സ്പേർട്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് വെറുതെ അങ്ങ് പൊട്ടിമുളച്ചതല്ല, വളരെ എക്സ്പേർട്ടായിട്ടുള്ള വളരെ കഴിവുള്ള ആൾക്കാരാണ് ഇതിൽ ഉള്ളത്. പല കവറുകൾ ചെയ്തിട്ടാണ് ഇവർ തുടങ്ങി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയതെങ്കിലും അതിലൂടെ അവരുടെ മാർക്കറ്റിംഗ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അവരുടെ ഫിഷ് റോക്ക്, അതുപോലെ തന്നെ പുതിയ ആൽബങ്ങൾ ചെയ്തു കഴിഞ്ഞു. പീതാംബരൻ ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെയുള്ള ജനങ്ങൾ വളരെ അധികം പ്രായമുള്ള ആൾക്കാർ തുടങ്ങി 35-40 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഇവിടെ വന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ചെറുപ്പക്കാർക്ക് മാത്രമല്ലാതെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്?
ഞങ്ങളുടെ ബാൻഡിലെ സോങ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ പറ്റും. ഞാൻ ഈ 60 വയസ്സിൽ ഇവരുടെ കൂടെ നിൽക്കണമെങ്കിൽ അത്രയും എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് അത്. എല്ലാവിധ സോങ്സ് ഉണ്ട്, നാടൻ പാട്ടുകളുണ്ട്, ഫിലിം സോങ്സ് ഉണ്ട്, ഞങ്ങളുടെ ബാൻഡിൻ്റെതായിട്ടുള്ള സ്വന്തം ആൽബത്തിലെ സോങ്സ് ഉണ്ട്, റോക്ക് സൈസ് സോങ്സ്, ഇംഗ്ലീഷ് സോങ്സ് ഉണ്ട്. എല്ലാവിധ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് റെസ്പോണ്ട് കിട്ടിയിട്ടുള്ളത്. നല്ല പ്രോഗ്രാമായിരിക്കുന്നത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അതുപോലെ തന്നെ ആ പഴമയുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളിപ്പോൾ കേട്ടു. അതുപോലെ തന്നെ പുതിയ ആൾക്കാർക്ക് വേണ്ടി ചിലപ്പോൾ യൂട്യൂബിലൂടെ നിങ്ങളുടെയൊക്കെ ലൈവ് പെർഫോമൻസും അതുപോലെ തന്നെ റെക്കോർഡ് പെർഫോമൻസൊക്കെ ഓൾറെഡി എല്ലാവരും കണ്ടിരിക്കാം. എന്നാൽ US വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും പാട്ടുകളുടെ രൂപകൽപ്പനകളിൽ എന്തെങ്കിലും മാറ്റങ്ങളോ? സിദ്ധാർത്ഥന് എന്തെങ്കിലും പറയാനുണ്ടോ? ഫിഷ് റോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അതെ, ലേറ്റ്ലി ഞങ്ങൾ ഫിഷ് റോക്ക് പാട്ട് ഇപ്പോൾ ഒരു പുതിയ രീതിയിലായിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരു ന്യൂ വേർഷൻ എന്ന് പറയാം ഫിഷ് റോക്കിൻ്റെ. അപ്പോൾ അങ്ങനെ അപ്പോഴും പറഞ്ഞില്ലേ, ആ പാട്ടിൻ്റെ ഒരു ന്യൂ വേർഷൻ പോലൊരു ആദ്യമായിട്ടത് US ഞങ്ങളിപ്പോൾ പെർഫോം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ദാറ്റ് വിൽ ബി സംതിങ് സർപ്രൈസ് ഫോർ യു. എനിക്കറിയാം ഇവർ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഒരു പ്രാവശ്യം 1-2 ആൾക്ക് വിസ റിജക്ഷനൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത് എല്ലാവർക്കും വിസയൊക്കെ കിട്ടി വരുമ്പോൾ നിങ്ങൾ തായ്ക്കുടം ബ്രിഡ്ജിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വിസ കിട്ടിയപ്പോൾ ഇവർ റേസ് ചെയ്തിട്ട് വിസയൊക്കെ റേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലിപ്പൊക്കെ കണ്ടിട്ടുണ്ടാവും. ദി ബാൻഡ്സ് ഫസ്റ്റ് എവർ ട്രിപ്പ് to North America starts here in New York. Are you excited? Yay! Thank you all.